CPIM നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം മാധവവിലാസം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നുള്ള രാജിക്ക് പിന്നാലെ വിശദീകരണവുമായി കെ ലാൽകുമാർ. CPIM കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം സനലിന്റെ അച്ചടക്ക ലംഘനത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കാത്തതാണ് തന്റെ രാജിക്ക് കാരണമെന്നും അതേസമയം ബാങ്കിന്റെ സാമ്പത്തിക ഭദ്രതയിൽ നിക്ഷേപകർക്ക് ആശങ്ക വേണ്ടെന്നുമാണ് ലാൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPIM ഏരിയ കമ്മിറ്റി അംഗവും മാധവവിലാസം ബാങ്കിലെ ഡ്രൈവറുമായ സനലുമായി ഉണ്ടായ തർക്കമാണ് തന്റെ രാജിക്ക് പിന്നിലെ പ്രധാന കാരണമെന്നാണ് ലാൽകുമാറിന്റെ വിശദീകരണം. 2024-25 ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ തുടർന്ന് വാഹനത്തിന്റെ ലോഗ് ബുക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയ തന്നെ ഡ്രൈവറായ സനൽ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇതിനെതിരെ കഴിഞ്ഞ ഫെബ്രുവരി 9-ന് ബാങ്ക് ഭരണസമിതി സനലിനോട് വിശദീകരണം തേടിയെങ്കിലും 2 മാസമായിട്ടും കുറ്റാരോപണ മെമ്മോയിൽ മറുപടി നൽകാൻ സനൽ തയ്യാറായില്ല. ഇതിനെതിരെ കുളത്തൂർ CPIM ബ്രാഞ്ച് അംഗം കൂടിയായ താൻ പാർട്ടി നേതൃത്വത്തിന് രേഖാമൂലം പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് ഏപ്രിൽ 25-ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെച്ചതെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തന്റെ രാജി ഭരണപരമായ വിഷയമാണെന്നും ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാണെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഈ വാദങ്ങൾ ലാൽകുമാർ ഭരണസമിതിക്ക് നൽകിയ രാജിക്കത്തിലെ ആരോപണങ്ങളുമായി ഒത്തുപോകുന്നതല്ല. 6 പേജുള്ള രാജിക്കത്തിൽ ബാങ്കിലെ ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് ലാൽകുമാർ തന്നെ അക്കമിട്ട് നിരത്തുന്നുണ്ട്. 2014 മുതൽ ബാങ്കിൽ നിന്ന് കാണാതായ 38 ഫയലുകളെക്കുറിച്ച് കുറിപ്പിൽ മൗനം പാലിക്കുകയാണ്. പലിശയും പിഴപ്പലിശയും ഈടാക്കാതെ ചട്ടങ്ങൾ ലംഘിച്ച് ബാങ്ക് മുൻ സെക്രട്ടറി ക്ലോസ് ചെയ്ത 22 ലോണുകളെക്കുറിച്ചും ഫേസ്ബുക്ക് കുറിപ്പിൽ പരാമർശമില്ല. ബാങ്കിംഗ് സോഫ്റ്റ്വെയറിൽ ഉദ്യോഗസ്ഥ തിരിമറി നടത്തിയെന്ന രാജിക്കത്തിലെ ആരോപണത്തിലും വ്യക്തത വരുത്താതെയാണ് ലാൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.